ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എബനേസർ ഹോസ്പൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സുവിശേഷ പ്രഭാഷണ പരമ്പരയിൽ വീണ്ടും ദൈവവചനമായി നിൽപ്പാൻ ദൈവം നൽകിത്തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് നേതൃത്വം വഹിക്കുന്ന അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ദാസൻ എബ്രഹാം കുട്ടിച്ചാന്, മറ്റ് സഹപ്രവർത്തകർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനം ചൊല്ലുന്നു. അപ്രകാരം തന്നെ അവിടെവിടങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്തൃനാമത്തിൽ സ്നേഹ വന്ദനം ചൊല്ലുകയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ദേവാലയ വാതിൽക്കലെ മുടന്തനെ കുറിച്ചാണ്. ദേവാലയ വാതിൽക്കലെ മുടന്തൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവെഴുത്തുകളിൽ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കൽ ഒരു മുടന്തനായ മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമസഭയുടെ ആരംഭഘട്ടത്തിൽ ശിഷ്യന്മാർ കർത്താവിൻ്റെ ശക്തിയാൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അതിനാൽ പലരും കർത്താവിൽ വിശ്വസിക്കുവാനിടയായി. അവരെക്കുറിച്ചുള്ള ഭീതി എങ്ങും പരന്ന്. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുന്നത്. ഇത് ഒരു പ്രാർത്ഥന സമയമായിരുന്നു. അത് ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. സഭയുടെ നട്ടെല്ലും ക്രിസ്തീയ ജീവിതത്തിലെ കാതലായ ഭാഗവുമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇന്ന് വിശ്വാസികൾ കുറഞ്ഞു പോകുന്ന, ഇല്ലാതെ പോകുന്ന ഒന്ന് തന്നെയാണ് പ്രാർത്ഥന. പ്രാർത്ഥന കുറയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം തളർന്നു പോവുകയാണ്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നു എങ്കിൽ ആത്മീയമായി ഉണർവും ഉത്സാഹവും ഉള്ളവരായിത്തീരും. ഇവിടെ പത്രോസും യോഹന്നാനും അതിനെതിരെ ഉള്ളവരായിരുന്നു. എന്നാൽ പ്രാർത്ഥന സമയം അവൻ വിലയേറിയതായി എണ്ണിക്കൊണ്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ്. അവിടെ വാതിൽക്കൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു വ്യക്തിയെ കാണുകയാണ്. സമയം, പ്രാർത്ഥന സമയം 9-ാം മണി നേരമെന്നാണ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥനയ്ക്ക് ഒരു സമയമുണ്ട്. 9-ാം മണി നേരത്താണ് പത്രോസും യോഹന്നാനും പ്രാർത്ഥനയ്ക്കായിട്ട് പോയത്. വേദപുസ്തകത്തിൽ 3 പ്രാവശ്യം ഈ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കാരെ അയക്കുന്നത് 9-ാം മണി നേരത്ത് എന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാൻ പോയതും 9-ാം മണി നേരത്താണ്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നിലവിളിച്ചത് 9-ാം മണി നേരത്താണ്. അപ്പം 9-ാം മണി നേരത്തിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഈ 9-ാം മണി നേരത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് ആ സമയം തെറ്റാതെ തന്നെ ഈ 2 ഭക്തന്മാർ ആലയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വാതിൽക്കൽ ഒരു മനുഷ്യൻ ഇരിക്കുക. അവൻ്റെ അനുഭവം നമുക്ക് തിരുവചനത്തിലൂടെ ഒന്ന് ചിന്തിക്കുമ്പോൾ അവൻ ഗർഭം മുതൽ മുടന്തനാണെന്നാണ് വായിക്കുന്നത്. ജന്മന ഇത് ഒരു മനുഷ്യൻ്റെ ജന്മന പാപിയാണെന്നുള്ളതിനെയാണ് ഇവിടെ വിളിച്ചു കാണിക്കുന്നത്. അവൻ സ്വയമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. മാതാപിതാക്കൾ ആഗ്രഹിച്ചിട്ടുമല്ല അവൻ മുടന്തനായി പിറന്നത്. ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്തതിൻ്റെ ഫലമായി നാം പാരമ്പര്യമായി ജന്മപാപികളായി.
ഇങ്ങനെ സകല മനുഷ്യരും പാപത്തിൻ്റെ കീഴായി. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. റോമർ 5:12 നമ്മളത് വായിക്കുന്നുണ്ട്. ഏക മനുഷ്യനായ ആദാമിൻ്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായെങ്കിൽ, നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, ഏകന്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാന്മാരാകുന്നു. ഏകന്റെ അനുസരണത്തെപ്പറ്റി ഫിലിപ്പിയർ 2:6 മുതലുള്ള തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നു. അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അങ്ങനെ ദൈവത്തിൻ്റെ നിത്യനീതിയിലേക്ക് പൂർണ്ണമായി വിധേയപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ അവൻ ജീവപര്യന്തം മരണഭീതിയിലാൽ അടിമകളായിരുന്ന നമ്മെ വിടുവിച്ച് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. കൃപയാലുള്ള ഈ രക്ഷ പ്രവൃത്തികളാലല്ല, വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്നതാണ്. പ്രവൃത്തികളാൽ മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിന് പല വഴികൾ ഇന്ന് തിരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. പക്ഷെ അവർ നിരാശപ്പെടുകയാണ്. എന്നാൽ പാപമോചനത്തിനായി ദൈവം ഒരേ ഒരു വഴി മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായി സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ശാപം നിറഞ്ഞ ഈ ഭൂമിയിൽ വന്ന് സ്തോത്രം ഇറങ്ങിയവനാണ് നമ്മുടെ കർത്താവ്. ക്രൂശിൽ ജീവനെ തന്ന് ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് മോക്ഷം പ്രാപിക്കുകയും കഴിയും. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഞാൻ ജീവന്റെ അപ്പമാണ്. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ ന്യായവിധിയിലാകാതെ നിത്യജീവനിലേക്ക് കടക്കും. വെളിച്ചത്തിൽ കടക്കുകയും ചെയ്യും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. പാപമാകുന്ന മുടന്തരായി ജനിച്ച ഏവർക്കും യേശുക്രിസ്തുവിലൂടെ സൗഖ്യം പ്രാപിക്കാം. ലോകത്തിനോ അതിലെ ശക്തികൾക്കോ യാതൊരു മതഗുരുക്കന്മാർക്കോ നിങ്ങളെ പാപത്തിൻ്റെ അഭാരത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വാസത്തോടെ മാത്രം രക്ഷ പ്രാപിപ്പാൻ കഴിയും. സ്തോത്രം. രണ്ടാമത്, ആ മനുഷ്യൻ്റെ അവസ്ഥ, അവൻ മുടന്തനായിരിക്കുകയായിരുന്നു. ഒന്ന്, അവൻ ഗർഭം മുതൽ മുടന്തനാണ്. 2, അവൻ മുടന്തനായിരിക്കുന്നവനായിരുന്നു. സുന്ദരമെന്ന ഗോപുരവാതുക്കൽ ഈ മുടന്തൻ വെറുതെ അല്ല ഇരിക്കുന്നത്. അവൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുക. ആര് വന്നാലും പോയാലും അവൻ എന്തെങ്കിലും കിട്ടണം. അതിൽ കവിഞ്ഞ് ഒരു ചിന്തയും അവനില്ല. ഇത് ഈ ലോകത്തിൻ്റെ ചിന്താഗതിയാണ്. ഏത് നിലയിലായാലും വേണ്ടിയില്ല, എന്തെങ്കിലും കിട്ടണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എബനേസർ ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ പ്രഭാഷണ ശുശ്രൂഷകളുടെ നേതൃത്വം വഹിക്കുന്ന അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ എബ്രഹാം കുട്ടിച്ചാനും മറ്റ് സഹപ്രവർത്തകർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിനുള്ള സ്നേഹവന്ദനം ചൊല്ലുന്നു. കൂടാതെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കൾ ഏവർക്കും
വീണ്ടും വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനം ചൊല്ലുകയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളുമായി പകരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് സംസാരിക്കുവാൻ പോകുന്ന വിഷയം ദേവാലയ വാതിൽക്കലെ മുടന്തൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ദൈവവചനത്തിൽ നിന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പുതിയ നിയമസഭയുടെ ആരംഭഘട്ടത്തിൽ ശിഷ്യന്മാർ കർത്താവിൻ്റെ ശക്തിയാൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അതിനാൽ പലരും കർത്താവിൽ വിശ്വസിച്ചു. അവരെക്കുറിച്ച് ഭീതിയും എങ്ങും പരന്നു. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുന്നത്. ഇത് ഒരു പ്രാർത്ഥന സമയമായിരുന്നു. ഏത് മനുഷ്യൻ്റെയും പ്രധാനമായ ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സഭയുടെ നട്ടെല്ലും ക്രിസ്തീയ ജീവിതത്തിലെ കാതലായ ഭാഗവും പ്രാർത്ഥനയാണ്. ഇന്ന് വിശ്വാസികൾ കുറഞ്ഞു പോകുന്നതും ഇല്ലാതെ പോകുന്നതുമായ ഒന്നാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന കുറയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം തളർന്നു പോകുന്നു. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയമായിട്ട് നമുക്ക് ഉണർവും ഉത്സാഹവും ഉള്ളവരായി തീരും. പത്രോസും യോഹന്നാനും അനേകം തിരക്കുള്ളവരായിരുന്നുവെങ്കിലും പ്രാർത്ഥന സമയം അവർ വിലയേറിയതായി എണ്ണിക്കൊണ്ട് ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. അവിടെ വാതിൽക്കൽ ഇതാ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരു വ്യക്തിയെ കാണുകയാണ്. ഈ മനുഷ്യനെ കുറിച്ച് ധാരാളം ചിന്തകൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. അതിൽ ഒന്ന്, ഇവൻ ഗർഭം മുതൽ മുടന്തനാണ്. അവൻ പിറവിയിലെ അവൻ മുടന്തനായിരുന്നു. ഇത് മനുഷ്യന്റെ ജന്മപാപങ്ങളെന്ന് കാണിക്കുന്നു. അവൻ സ്വയം ചെയ്തിട്ടല്ല, മാതാപിതാക്കൾ ആഗ്രഹിച്ചിട്ടുമല്ല അവൻ മുടന്തനായി പിറന്നത്. ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് നാം പാരമ്പര്യമായിട്ട് ജന്മപാപികളായിട്ട് ആയിത്തീർന്നു. ഇങ്ങനെ സകല മനുഷ്യരും പാപത്തിൻ്റെ കീഴിൽ ആയതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ഏക മനുഷ്യനായ ആദാമിൻ്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളാണെങ്കിൽ ഏകന്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാന്മാരാകുന്നു. ഏകന്റെ അനുസരണത്തെപ്പറ്റി ഫിലിപ്പർ 2:6 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അങ്ങനെ ദൈവത്തിൻ്റെ നിത്യനീതിക്ക് പൂർണ്ണമായി വിധേയപ്പെട്ടു. അങ്ങനെ അവൻ ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ വിടുവിച്ച് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. കൃപയാലുള്ള ഈ രക്ഷ പ്രവൃത്തികളാലല്ല, വിശ്വാസത്താൽ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രവൃത്തികളാൽ മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിന് സാധ്യമല്ല. മനുഷ്യൻ പല വഴികളും ആരാഞ്ഞുകൊണ്ട് നിരാശരാക്കപ്പെടുകയാണ്. എന്നാൽ പാപമോചനത്തിന് ദൈവം ഒരുക്കിയ ഒരേ വഴി മാത്രമേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. മനുഷ്യൻ്റെ പാപ പരിഹാരത്തിനായി സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ശാപം നിറഞ്ഞ ഭൂമിയിൽ നാം ആയിരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വന്ന് ക്രൂശിൽ ജീവൻ തന്ന ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ഈ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു,
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ന്യായവിധിയിലാകാതെ നിത്യജീവനിൽ കടക്കുകയും വെളിച്ചത്തിൽ കടക്കുകയും ചെയ്യും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. പാപമാകുന്ന മുടന്തനായി ജനിച്ച ഏവർക്കും യേശു ക്രിസ്തുവിൽ കൂടി സൗഖ്യം പ്രാപിക്കുവാൻ കഴിയും. ലോകത്തിനോ അതിൻ്റെ ശക്തികൾക്കോ യാതൊരു മതഗുരുക്കന്മാർക്കോ നമ്മെ പാപത്തിൻ്റെ ഭാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ മാത്രം രക്ഷ പ്രാപിപ്പാൻ കഴിയും. ആമേൻ. രണ്ടാമത്തെ കാര്യം, ഈ മുടന്തൻ ദേവാലയ വാതുക്കലാണ് അവനിരിക്കുന്നത്. സ്തോത്രം. അവൻ ദേവാലയത്തിൻ്റെ വാതുക്കൽ, സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ വാതുക്കല് ഇവനിരിക്കുക. ഇവൻ വെറുതെ അല്ല അവിടെ ഇരിക്കുന്നത്, അവൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുക. ആര് വന്നാലും പോയാലും അവൻ എന്തെങ്കിലും കിട്ടണം. അതിൽ കവിഞ്ഞ് ഒരു ചിന്തയും അവനില്ല. ഇത് ഈ ലോകത്തിൻ്റെ ചിന്താഗതിയാണ്. ഏത് നിലയിലായാലും വേണ്ടില്ല, എന്തെങ്കിലും കിട്ടണം. അവർ തങ്ങളുടെ ആത്മാവിന് വേണ്ടി ചിന്തിക്കുന്നില്ല. പൗലോസ് അവരെക്കുറിച്ച് പറയുന്നത് ഫിലിപ്പി ലേഖനം 3:19-20 വാക്യങ്ങളിൽ, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഇന്നത്തെ ലോകത്തിൽ ഇത് അനർത്ഥമായി കാണുകയാണ്. ഇത് ഇന്നത്തെ വിശ്വാസികളിൽ കൂടെ കവർന്നുകൊണ്ടിരിക്കുകയാണ്. നാം വേഷത്തിലും നടപ്പിലും പ്രവർത്തന രീതിയിലും ലോകത്തിന് അനുരൂപപ്പെട്ടു പോവുകയാണ്. നമുക്കും എന്തെങ്കിലും കിട്ടണം എന്ന ഉദ്ദേശത്തിൽ സ്വർഗീയ പൗരന്മാരായ നാം ഇറങ്ങിയിൽ ദേവാലയത്തിൻ്റെ പടിവാതുക്കൽ ഇരുന്ന് ഇരക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഇന്ന് താണുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യൻ തൻ്റെ ആത്മാവിനായി ചിന്തിക്കാതെ വയറിനു വേണ്ടി മാത്രം ചിന്തിച്ചുകൊണ്ട് അവർക്കായി ക്രൂശിൽ പിടഞ്ഞ് മരിച്ച കർത്താവിനെ മനസ്സോടെ മറന്നു കളയുക. ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗീയ പൗരത്വം ലഭിക്കുന്നു. അവരെ ചേർത്തുകൊള്ളുവാൻ കർത്താവ് വേഗം വരും. രക്ഷിക്കപ്പെടാത്തവർ ഇന്നും ആമേൻ ഈ അവസ്ഥയിൽ ഇന്ന് ഇരിക്കുന്നതാണ് നാം കാണുന്നത്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, ഈ മുടന്തനെ ചിലർ ചുമന്നുകൊണ്ടാണ് അവിടെ ഇരുത്തിയത്. സ്തോത്രം. ഈ മുടന്തൻ തനിയെ അവന് വന്നിരിക്കുവാനായിട്ട് കഴിവുള്ളവനല്ലല്ലോ. അവനെ ചിലർ ചുമന്നുകൊണ്ട് വന്നിരിക്കുക. അവനെ ചുമക്കുവാൻ അവനിൽ നിന്ന് ആദായം പറ്റുന്നവരുണ്ട്. നമ്മളിൽ ആദായമുള്ളപ്പോൾ ധാരാളം ആൾക്കാർ നമ്മെ ചുമക്കാനുണ്ടാകും, കരുതുവാനുണ്ടാകും. പക്ഷേ നമ്മൾ കഷ്ടത്തിലായുമ്പോൾ സഹായിപ്പാൻ, കൈതാങ്ങുവാൻ ആരും ഉണ്ടാകത്തില്ല. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ മുടിയൻ പുത്രന്റെ കഥ നമുക്കറിയാമല്ലോ. കയ്യിൽ പണമുണ്ടായിരുന്നപ്പോൾ സഹചാരികൾ അനേകരുണ്ടായിരുന്നു. പണം തീർന്നപ്പോൾ എല്ലാവരും കൈവിട്ടു. ഒരു നേരത്തെ ആഹാരത്തിന് അവൻ ആഗ്രഹിച്ചിട്ടും ആരും അവന് കൊടുത്തില്ല. ഒടുവിൽ പന്നികൾ തിന്നുന്ന വാളവര കൊണ്ട് വിശപ്പടക്കണമെന്ന് അവൻ വിചാരിച്ചെങ്കിലും അതുപോലും അവന് ലഭിച്ചില്ല. അപ്പോഴാണ് അവന് സുബോധം വന്നിട്ട് അവൻ എഴുന്നേറ്റിട്ട് അപ്പൻ്റെ ഭവനത്തിലേക്ക് പോയി അപ്പനോട് തൻ്റെ കുറ്റം ഏറ്റു പറഞ്ഞ്, അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുകയാണ്, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയുമെന്ന് പറഞ്ഞ് അവന് തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അതെ, തൻ്റെ പിതാവിനോട് കുറ്റമേറ്റു പറഞ്ഞ് പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഇങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ സ്വർഗം സ്വീകരിക്കുകയും സ്വർഗത്തിലെ സകല ആത്മീയ അവകാശവും അനുഗ്രഹങ്ങളും അവന് നൽകുകയും യേശു ക്രിസ്തുവിലൂടെ
അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുകയും ചെയ്യും. എന്നാൽ ഈ ലോകത്തിൻ്റെ അധിപതിയായ പിശാചും അവനോട് ചേർന്ന് ചുമക്കുന്നത് കൊണ്ട്, ചുമക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, അവർക്ക് സാമ്പത്തികം മാത്രം മതി, അവനിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ. ഈ മുടന്തൻ ദേവാലയത്തിൽ വരുന്ന എല്ലാവരോടും വ്യത്യാസം കൂടാതെ യാചിക്കുക. എല്ലാവരും സ്വന്തമായി നടക്കുമ്പോൾ ഇവനെ മറ്റുള്ളവർ ചുമക്കുക. അവന് വേണ്ടി തന്നെ ഒരു ഭാരമായിരിക്കുക എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടെ അവൻ ഭാരമായി തീർന്നിരിക്കുക. ഇത് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് ഒരു പാഠം കൂടിയാണ്. നാം ലോകത്തോട് പറ്റിച്ചേർന്ന് രക്ഷയുടെ സന്തോഷം ഇല്ലാതെ വരുമ്പോൾ നാം നമുക്ക് തന്നെ മറ്റുള്ളവർക്കും ഭാരമായി തീരുകയാണ്. നാം നമ്മുടെ കുടുംബത്തിന് ഒരു ചുമടായി അഥവാ ഭാരമായി തീർന്നിരിക്കുകയാണ്. സഭയിലെ സ്തോത്രം സഹോദരങ്ങൾക്ക് ഒരു ചുമടായി മാറിയിരിക്കുകയാണോ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഇനി നാലാമത്തെ കാര്യം നമ്മൾ നോക്കുമ്പോൾ, ഈ ദേവാലയത്തിലേക്ക് പത്രോസും യോഹന്നാനും കടന്നു പോകുമ്പോൾ ഈ മനുഷ്യൻ വല്ലതും കിട്ടണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ആ ദൈവദാസന്മാരോട് ചോദിക്കുക. സ്തോത്രം. ഈ ദേവാലയത്തിൽ അനേകർ കടന്നു പോകുന്നുണ്ട്. അവരെല്ലാവരെയും നോക്കുന്നുണ്ട്. പലരിൽ നിന്നും പലതും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ ഞങ്ങളെ നോക്ക് എന്ന് അവനോട് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. പത്രോസും യോഹന്നാനും ഈ മുടന്തനെ ഉറ്റുനോക്കി ഈ നോട്ടം അവനിൽ പല ജിജ്ഞസകളും ഉളവാക്കിയതായിട്ട് നമ്മൾ കാണും. ഇങ്ങനെ ഉറ്റുനോക്കിയവർ വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അധികം വല്ലതും കിട്ടും എന്ന് ആഗ്രഹിച്ച് ആ മുടന്തന് സൗഖ്യം എന്ന ഒരു ചിന്തയും അവനില്ല. പത്രോസും യോഹന്നാനും അവനെ ഉറ്റുനോക്കിയതിനാൽ അവന് കുറവുള്ളതും അവന് ആവശ്യമായ കാര്യങ്ങളെ അവൻ മനസ്സിലാക്കി. ഞങ്ങൾ നോക്ക് എന്നവർ പറഞ്ഞപ്പോൾ മുടന്തൻ വളരെ വളരെ പ്രതീക്ഷയോടെ അവരെ സൂക്ഷിച്ചു നോക്കി എന്നാണ് കാണുന്നത്. സ്തോത്രം. നോക്കണം, അവനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മുടന്തൻ ഭൗമിക കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞത് ഇതാണ്: വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ പക്കലുള്ളത് ഞാൻ നിനക്ക് തരാം. അത് യേശുവിൻ്റെ നാമവും അവൻ മുഖാന്തരമുള്ള അനുഗ്രഹങ്ങളുമാണ്. ഒരുപക്ഷെ ഭൗതികമായി എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആത്മീയമായ നന്മകൾ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കത്തക്ക വിധം നമ്മുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ അഞ്ചാമത്തത്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവൻ്റെ കൈക്ക് പിടിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. വെള്ളിക്കും പൊന്നിനും കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. അവൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ രോഗികൾ സൗഖ്യമാകുകയും മരിച്ചവർ ഉയർക്കുകയും ചെയ്യും. ആ ശ്രേഷ്ഠ നാമത്തിലാണ് മുടന്തന് സൗഖ്യമായത്. സ്തോത്രം. നമ്മൾ ആ 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞങ്ങളെ നോക്ക്. അത് ഒരു ബഹുവചനമാണ്, ഞങ്ങളെ നോക്ക് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ 6-ാം വാക്യത്തിൽ വ്യക്തിപരമായി ഏകവചനത്തോട് ആണ് പറയുന്നത്: എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. ഇവിടെ ഞങ്ങൾക്കില്ല എന്നത് ഒരർത്ഥത്തിൽ സഭയെ കാണിക്കുക. സഭ സാക്ഷ്യമുള്ളതായിരിക്കണം. 2 കൊരിന്ത്യർ 3:2 നാം ഒരു പത്രമാണെന്നാണ് പൗലോസ് പറയുന്നത്. അനുനിമിഷം മറ്റുള്ളവർ നമ്മെ സൂക്ഷിച്ചു വായിച്ചു വരികയാണ്. ശ്രദ്ധിക്കണം,
നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പത്രോസ് ഒറ്റയ്ക്ക് ഏകവചനമായി പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ വ്യക്തിപരമായി കർത്താവിനോടുള്ള ബന്ധത്തെയും ക്രിസ്തീയ ജീവിതത്തിലുള്ള ഉത്തരവാദിത്തത്തെ ആണ് കാണിക്കുന്നത്. ഒരു വിശ്വാസിയിൽ മറ്റുള്ളവർക്ക് വല്ലതും ഉണ്ടായിരിക്കണം. കർത്താവിനുള്ളതൊന്നും പതിരാകാതെ നിറഞ്ഞ മണികൾ തന്നെ ആയിരിക്കണം. നാം മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരേണ്ടതാണ്. മുടന്തൻ നടക്കണമെങ്കിൽ അല്പം കുനിഞ്ഞ് ഇരിക്കുന്ന മുടന്തൻ്റെ കൈക്ക് പിടിക്കണം. നോക്കണം, പത്രോസ് അതിനെ മനസ്സ് വെച്ചതിനാൽ മുടന്തൻ എഴുന്നേറ്റ് നിന്നു. ഇന്ന് അനേകര് ഇതുപോലെ മുടന്തന്മാരായി ഇരിക്കുക. ആ ഇരിക്കുന്നവരെ നമ്മൾ എഴുന്നേൽപ്പിക്കണമെങ്കിൽ നമ്മൾ അല്പം കുനിയണം. അതെന്തിനാ കാണിക്കുന്നത്? നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളൊന്ന് കുനിഞ്ഞെങ്കിൽ മാത്രമേ ചില ജീവിതങ്ങൾ എഴുന്നേൽക്കുകയുള്ളൂ. സ്തോത്രം. ഇന്ന് മനുഷ്യൻ കുനിയുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്ഥാനമാനങ്ങൾ, സമ്പത്തുകൾ, വിദ്യാഭ്യാസം, അവന് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. അവന് പത്രോസ് ഒന്ന് കുനിഞ്ഞപ്പോഴാണ് ഈ മുടന്തൻ എഴുന്നേൽക്കുവാനിടയായത്. ഇതെന്തിനെ കാണിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥന ജീവിതമാണ്. നമ്മൾ പലപ്പോഴും കുനിയുവാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. മനുഷ്യൻ്റെ ശ്രേഷ്ഠത, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ കുടുംബപരമായ കാര്യങ്ങൾ, ഇതെല്ലാം മനുഷ്യനെ ഇന്ന് സ്തോത്രം കുനിയാത്ത അവസ്ഥയിൽ നിർത്തിയിരിക്കുക. എന്നാൽ പത്രോസ് എന്താ ചെയ്തത്? അവനെ കുനിഞ്ഞ് അവൻ്റെ കൈക്ക് പിടിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ സൗഖ്യമായ ഉടനെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ എഴുന്നേറ്റ് ഹല്ലേലൂയ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് ചാടിയും തുള്ളിയും കൊണ്ട് ദൈവത്തെ പുകഴ്ത്തിയെന്നാണ് നാം വായിക്കുന്നത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ്റെ നരിയാണികളെല്ലാം ഉറച്ച് അവനിപ്പോൾ സൗഖ്യം വന്ന് ഇതുവരെ മുടന്തനായി വാതുക്കൽ ഇരുന്നവൻ ഇപ്പോൾ ഇതാ ദേവാലയത്തിൻ്റെ വാതുക്കൽ ഇരുന്ന് ഭിക്ഷയാചിച്ചവൻ, അവൻ സൗഖ്യം കിട്ടിയ ഉടനെ അവൻ പത്രോസിനോടും യോഹന്നാനോടും കൂടെ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് അവൻ പ്രവേശിക്കുക. ഈ വാതുക്കൽ ഇരിക്കുന്നവർക്ക് രണ്ട് കാര്യമാണ്. ഒന്ന്, ആരാധനയും കാണാം, വരുന്നവരോട് അവന് ഭിക്ഷയും യാചിക്കാം. നോക്കണം, രണ്ട് കാര്യം അവന് സാധിക്കും. വരുന്നവരോട് ഭിക്ഷയും യാചിക്കാം, അവിടെ ആരാധനയുടെ ശബ്ദം കേൾക്കാം, അവിടെ ആരാധിക്കുന്ന ആ കാഴ്ചയും അവന് കാണാം. ഇത് ആ വാതുക്കൽ ഇരുന്നുള്ള ഗുണം. ഇന്ന് പലരും ഇങ്ങനെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അവന് സൗഖ്യം വന്ന ഉടനെ വിശ്വാസികളോട് ചേർന്ന് നിൽക്കുകയും ദേവാലയത്തിൽ കടന്ന് ആരാധിക്കുകയുമാണ് ആദ്യം അവൻ ചെയ്തത്. അതെ, സൗഖ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ദൈവാലയത്തിലേക്ക് ആദ്യം പ്രവേശിക്കുക, വിശ്വാസികളോട് ചേർന്ന് നിൽക്കുക. ഒരു ഭാവി രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ പാപത്തിൻ്റെ ഭാരം നീങ്ങി പോയതിനാൽ അവനിൽ സന്തോഷമുള്ളവ, അതുമൂലം ആരാധനയിലേക്ക് അവൻ കടന്നു ചെല്ലുകയും ചെയ്യുകയാണ്. ഈ മുടന്തൻ അതാണ് ഇവിടെ ചെയ്തത്. അവനെ ചുമന്നുകൊണ്ടുവന്നവരെ വിട്ടുപിരിയാതിരുന്ന മുടന്തൻ സൗഖ്യമായപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുപിരിയാതെ നിൽക്കുകയാണ്. ആമേൻ. നിങ്ങൾ എനിക്ക് ചെയ്ത ഈ ഉപകാരത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് പഴയ കൂട്ടുകാരുടെ അടുക്കൽ ചെന്ന് ഇത്രയും നാൾ ചുമന്നുകൊണ്ട് നടന്ന നിങ്ങളെ വിട്ട് എങ്ങനെ പോകാൻ കഴിയുമെന്ന് ചിന്തിച്ച് അവരോട് പിന്നെയും ചുറ്റിപ്പറ്റി നിൽക്കാതെ സൗഖ്യമായ ഉടനെ ദൈവമക്കളുമായി ചേർന്ന് നിൽക്കുന്നു. ഇപ്പോൾ അവൻ്റെ കൂട്ടുകാർ മാറി, സ്ഥാനം മാറി, അങ്ങനെ പഴയ അവസ്ഥകളൊക്കെ മാറി. ഇന്നൊരു വലിയ മാറ്റം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ്.
2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവും, പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നു. ആമേൻ, സ്തോത്രം. ഇതാണ് ഈ മനുഷ്യൻ്റെ 6ാമത്തെ അവസ്ഥ. ഈ മുടന്തൻ പഴയതെല്ലാം വിട്ട് മറന്ന് പുതിയ സന്തോഷത്തിലേക്ക് ശിഷ്യന്മാരോട് ചേർന്ന് ദേവാലയത്തിൽ കടന്ന അനേക വർഷങ്ങൾ ഈ മുടന്തൻ ദേവാലയത്തിൻ്റെ വാതിക്കൽ ഇരിക്കുന്നുവെങ്കിലും ദേവാലയവുമായിട്ട് അവന് ഒരു ബന്ധവുമില്ലായിരുന്നു. ഇത് ഇന്നത്തെ നാമധേയ ക്രൈസ്തവ ലോകത്തിൻ്റെ ചിത്രമാണ്. നിങ്ങൾ ഒരുപക്ഷെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് ക്രിസ്തീയ പാരമ്പര്യത്തിൽ വളർന്നവരായിരിക്കാം, പല യോഗങ്ങൾക്കും പോകുന്നവരായിരിക്കാം, ചിലപ്പോൾ സുവിശേഷം പറയുന്നവരായിരിക്കാം. എന്നാൽ ദേവാലയവുമായി ബന്ധമില്ലാത്തവരാണെങ്കിൽ, ആരാധനയില്ലാതെ, ദൈവമില്ലാതെ, ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ വാതുക്കൽ തന്നെ വെളിയിലിരിക്കുന്നവനെ അവനെ പോലെ ആകരുത്. എത്ര നാള് അവിടെ ഇരുന്നാലും ദേവാലയത്തിനുള്ളിൽ നടക്കുന്നത് എന്തെന്ന് അനുഭവിച്ചറിയണമെങ്കിൽ ഹല്ലേലൂയ, ദേവാലയത്തിനുള്ളിൽ കടക്കണം, കർത്താവിൽ ആകണം. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറയുകയും പഴയ കൂട്ടുകെട്ടുകളും പഴയ ബന്ധങ്ങളും പഴയ ഭാഷകളും ഒന്നും വിട്ടുകളയാതെ പഴയ അവസ്ഥയിൽ തന്നെ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് രക്ഷപ്പെടുവാൻ ഒരിക്കലും കഴിയുകയില്ല. ആമേൻ, സ്തോത്രം. രക്ഷിക്കപ്പെട്ടവർ അവിടെ തന്നെ നിന്നാൽ പോരാ. മുമ്പോട്ട് പോയി ദൈവത്തോടും ദൈവമക്കളോടുമുള്ള ബന്ധത്തിലും കൂട്ടായ്മയിലും ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കണം. അതാണ് കർത്താവിൻ്റെ കൽപ്പനകൾ. സ്തോത്രം. അനുസരിക്കുക എന്നുള്ളത്, കൽപ്പനകൾ അനുസരിക്കാതെ ദൈവവുമായുള്ള കൂട്ടായ്മയില്ല. നമുക്ക് ദൈവത്തോട് നിരപ്പും കൂട്ടായ്മയും ഇല്ലാത്തപ്പോൾ ദൈവമക്കളുമായും കൂട്ടായ്മ ഇല്ലതാകുക. നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് കർത്താവ് സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത 2 കൽപ്പനകളെ തിരുവനന്തപുരത്തുള്ളൂ. ഒന്ന് സ്നാനവും മറ്റൊന്ന് കർത്താവിൻ്റെ മേശയും. രക്ഷ, സ്നാനം, തിരുവത്താഴം, ഇവ 3ഉം ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. സ്വർഗത്തിന് ഏക വഴി രക്ഷ എന്ന് മാത്രം. ആമേൻ. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി ആരാധിച്ചേ മതിയാവൂ. ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവൻ ആമേൻ ദുഃഖത്തിലാണ്. ആരാധന ആചരിക്കുന്നതല്ല, അനുസരിച്ച് അർപ്പിക്കുന്നതാണ്. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിലെ ആരാധനകൾ വെറും ആചാരങ്ങളായി തീരുകയാണ്. നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ നിർമ്മല ഹൃദയോടെ ആരാധിച്ചുകൊണ്ട് അവനെ പ്രസാദിപ്പിക്കുന്നവരായി നമുക്ക് ജീവിക്കാം. നാം എന്നും വെളിയിലിരിക്കാതെ ക്രിസ്തുവാകുന്ന ദൈവാലയത്തിലേക്ക് കടന്ന് അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം കണ്ടുകൊണ്ട് വാസ്തവമായി അവനെ ആരാധിക്കണം, സന്തോഷിക്കാം, ആനന്ദിക്കാം. ദൈവമക്കളോട് സ്നേഹത്തിലും കൂട്ടായ്മയിലും ഐക്യമത്യപ്പെട്ട് കർത്താവിനായി ഈ നാളുകളിൽ നമുക്ക് പ്രവർത്തിക്കാം. നാം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നവരായി വെളിയിലിരിക്കാതെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഉണ്മയായിട്ട് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഈ പരദേശമാസം ഭയത്തോടും ഭക്തിയോടും കൂടെ ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ഇവിടെ ഈ ദേവാലയ വാതിക്കലിരുന്ന മനുഷ്യൻ്റെ 6 അവസ്ഥകളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ദൈവവചനത്തിലൂടെ ഓർപ്പിച്ചത്. ഒന്നാമത്തത്, അവൻ ഗർഭം മുതൽ മുടന്തനായിരുന്നു. രണ്ടാമത്, അവൻ ദേവാലയ വാതിക്കൽ ഇരിക്കുന്നവനായിരുന്നു. സ്തോത്രം. ഇരിക്കുക മാത്രമല്ല, അവൻ ഇരക്കുകയും ചെയ്യുന്നവനായിരുന്നു. സ്തോത്രം. മൂന്നാമത്തത്, ഈ മനുഷ്യനെ പലർ ചുമന്നുകൊണ്ടാണ് വന്നത്. അവിടെ കൊണ്ടുവന്ന് എല്ലാ ദിവസവും ദേവാലയത്തിൻ്റെ വാതിക്കലിരുത്തും. ഒരു സമയമാകുമ്പോൾ അവനെ കൊണ്ടുവന്നിരുത്തും, വേറൊരു സമയമാകുമ്പോൾ അവനെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോകും. ഇങ്ങനെ ചുമന്നുകൊണ്ട് അവനെ ഇരുത്തുന്നവർ. നാലാമത്തത്, അവിടെ അപ്പോസ്തലന്മാർ ചോദിച്ച ഒരു ചോദ്യം, ഞങ്ങളെ നോക്ക്. സ്തോത്രം. അഞ്ചാമത്തത്, അത് വെള്ളിക്കോ പൊന്നിനോ കഴിയാത്തത്
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു എന്ന് വിളിക്കുന്നു. ആറാമത്തത്, ദേവാലയത്തിലെ വാതിക്കലിരുന്ന ഈ മനുഷ്യന് സൗഖ്യം പ്രാപിച്ചപ്പോൾ അവന് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എത്ര സന്തോഷകരമായൊരു കാര്യമാണ്. ഇത്രയും നാള് ഈ വാതിക്കൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ അവന് ദേവാലയത്തിൻ്റെ ഉള്ളിൽ ചെന്ന് തുള്ളിയും ചാടിയും നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുകയാണ്. ഇതാണ് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായി തീരും എന്ന് ഞാൻ ആശിക്കുന്നു. ഇന്ന് നമ്മൾ കേട്ട വിഷയം, ഹല്ലേലൂയ, ദേവാലയ വാതിക്കൽ ഇരുന്ന മുടന്തനെ കുറിച്ചാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരു നാള് ഇതുപോലെ ആയിരുന്നില്ലേ? ദേവാലയവുമായി യാതൊരു ബന്ധമില്ലാതെ ദേവാലയത്തിന്റെ വാതിക്കലല്ലേ നമ്മൾ ഇരുന്നത്? സ്തോത്രം. എന്നാൽ കർത്താവ് നമ്മെ അവിടുന്ന് വിടുവിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്ഥലമാണുള്ളത്. ഒന്ന്, ദേവാലയത്തിന്റെ ഉള്ളിലും വിശ്വാസികളോടുകൂടെ. കൊലോസ്യലേഖനം 2:6 വായിക്കുമ്പോൾ, ആകയാൽ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. ഇന്നവന് കൂട്ടായ്മ ദൈവസഭയും കൂട്ടുവിശ്വാസികളുമാണ്. ചുമന്നുകൊണ്ടുവന്നവരെന്ന് ആമേൻ മാറി നിൽക്കുകയാണ്. അതെ, കർത്താവ് നമ്മെ വിടുവിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഇനി നമുക്ക് ആരും ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. സ്തോത്രം. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ എന്ന് ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എബനേസർ ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ എല്ലാവിധമായ സ്തോത്രം, അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് എളിയ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.